മഹാനഗരമായ ബോംബെയിൽ വണ്ടിയിറങ്ങിയപ്പോൾ പോക്കറ്റടിക്കാരൻ ബാബു തന്ന 25 രൂപ എന്റെ പോക്കറ്റിനുള്ളിൽ ഭദ്രമായി തന്നെ ഉണ്ടായിരുന്നു. എന്നെ ബോംബെയിൽ എത്തിച്ചതിന് ആർക്കൊക്കെ ഞാൻ നന്ദി പറയണം. പോക്കറ്റടിക്കാരൻ ബാബുവിന് നന്ദി, ഇന്ത്യൻ മിലിട്ടറിക്കു നന്ദി, ഇന്ത്യൻ റെയിൽവേക്ക് പ്രത്യേകം നന്ദി. ഒരു പരിചയവുമില്ലാത്ത ഈ മഹാനഗരത്തിൽ എന്നെ കൊണ്ടെത്തിച്ചത് ഇവരെല്ലാമാണ്. ഇവിടെ എങ്ങനെ ജീവിക്കുമെന്ന് ഒരു രൂപവുമില്ല. താമസിക്കാൻ ഒരിടം വേണം. ചീട്ടുകളി ഭ്രാന്തനായ കണ്ണന്റെ അഡ്രസ് കൈവശമുണ്ട്. കുറെ നാൾ മുമ്പ് 1000 ലൈറ്റ്സ് കഫേയിൽ സപ്ലയറായി ജോലി നോക്കിയിട്ടുള്ള മലയാളിയാണ് കണ്ണൻ. ചീട്ടുകളി എന്ന ഇൻഡോർ ഗെയിമിനോടുള്ള പാഷൻ മൂത്തപ്പോൾ സപ്ലയർ ജോലി ഉപേക്ഷിച്ച് ഒരു മുഴുവൻ സമയ ചീട്ടുകളിക്കാരനാകാൻ വേണ്ടി ബോംബെക്ക് വണ്ടി കയറിയ മഹാനാണ് ശ്രീമാൻ കണ്ണൻ. ഞാൻ ഒരു വിധത്തിൽ തപ്പിപ്പിടിച്ച് മാട്ടുങ്കയിലുള്ള അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലെത്തി. ആ ഇടുങ്ങിയ മുറിയിലെ 6 ചീട്ടുകളി സംഘത്തിന്റെ തലവനാണ് ഇന്ന് കണ്ണൻ. താമസിക്കുന്ന മുറിയിൽ തന്നെ ഇരുന്നു ചെയ്യാവുന്ന ഒരു കൈത്തൊഴിലാണ് ചീട്ടുകളി. രാവിലെ ഉറക്കമുണർന്നാൽ ഉറങ്ങുന്നതുവരെ അവിടെ തന്നെ ഇരുന്ന് ചീട്ടുകളിക്കാം. ഞാൻ പണ്ടേ ഒരു ചീട്ടുകളി വിരോധിയാണെന്ന് കണ്ണൻ അറിയാം. മാത്രവുമല്ല, ഞാൻ തെണ്ടിത്തിരിഞ്ഞു കള്ളവണ്ടി കയറി ബോംബെയിലെത്തിയവനാണെന്ന് എന്റെ രൂപവും ഭാവവും കണ്ടാൽ ആർക്കും മനസ്സിലാവും. കണ്ണനും അത് മനസ്സിലായി കാണണം. അയാൾ എന്നോട് പരിചയഭാവം പോലും കാണിച്ചില്ലെന്ന് മാത്രമല്ല, കണ്ണുപൊട്ടുന്ന തെറി പറഞ്ഞ് എന്നെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയും ചെയ്തു. ഞാൻ വല്ല വിധേനയും അവിടെ നിന്ന് രക്ഷപ്പെട്ടോടുകയായിരുന്നു. അങ്ങനെ വിശാലമായ മാട്ടുങ്ക മൈതാനത്ത് ആകാശവിസ്തൃതിയിലേക്ക് മിഴിയും നട്ട് ഞാൻ മലർന്നു കിടന്നു. ഈ ബ്രഹ്മത്തെ മുഴുവൻ മിഴികളിലേക്ക് ആവാഹിച്ചുകൊണ്ട് കുറച്ചുനേരം ഞാനെങ്ങനെ കിടന്നു. എന്റെ കണ്ണുകളിൽ ബ്രഹ്മം നിറഞ്ഞപ്പോൾ എന്റെ ചെവികളിൽ ബ്രഹ്മസംഗീതം മുഴങ്ങാനാരംഭിച്ചു. എനിക്കുറപ്പുണ്ടായിരുന്നു, ഞാൻ ഈ നഗരത്തിൽ പട്ടിണി കിടക്കില്ല. കാരണം ഇന്നെനിക്കൊരു തൊഴിലറിയാം. ഇത്രയും ഹോട്ടലുകളുള്ള ഈ മഹാനഗരത്തിൽ പാത്രം കഴുകുന്ന പണിയെങ്കിലും എനിക്ക് ലഭിക്കാതിരിക്കില്ല. എങ്കിലും മനസ്സിലൊരു സങ്കടം മാത്രം ബാക്കിയായി. ഫോട്ടോഗ്രാഫി പഠിക്കാൻ മദ്രാസ് നഗരത്തിലെത്തിയ എന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ പൊട്ടിക്കരയാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്റെ കൺകോണുകളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർത്തുള്ളികൾ മാട്ടുങ്ക മൈതാനത്തെ പുൽക്കൊടികൾക്ക് കാരുണ്യത്തിന്റെ നനവേകി. അതിരാവിലെ ഓരോ പുൽക്കൊടിനാമ്പുകളുടെ തുമ്പിലും ആർദ്രതയുടെ കണ്ണുനീർത്തുള്ളികൾ കാണാനായി. അധികം താമസിക്കേണ്ടി വന്നില്ല. ദാദറിലെ കിങ് സർക്കിൾ ഉടുപ്പി ഹോട്ടലിൽ എനിക്കൊരു തൊഴിൽ തരമായി. ഇവിടെ ഞാൻ യൂണിഫോം ധരിച്ച മാന്യനായ ഒരു വെയിറ്ററാണ്. ഇവിടത്തെ കസ്റ്റമേഴ്സ് മദ്രാസ് നഗരത്തിലേതുപോലെയൊന്നുമല്ല. ഇവിടത്തുകാർ ടിപ്പ് തരുന്നതിൽ യാതൊരുവിധ പിശുക്കും കാണിക്കാറില്ല. മദ്രാസ് ജീവിതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടുത്തെ ജീവിതം ബഹുജോ. അതനുസരിച്ചുള്ള ചില ഭേദഗതികൾ ഞാൻ എന്റെ തൊഴിൽ നിലവാരത്തിലും വരുത്തിക്കഴിഞ്ഞു. സ്ഥിരം കസ്റ്റമേഴ്സ് പതിവായി കഴിക്കാറുള്ള ഭക്ഷണ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള വിശിഷ്ട വ്യക്തികൾ ഇരിപ്പിടങ്ങളിൽ ഉപവിഷ്ടരാകുന്നതിന് മുൻപ് തന്നെ അവരുടെ ഓർഡറുകൾ ഞാൻ കൊടുത്തു കഴിഞ്ഞിരിക്കും. കുട്ടികളുമായി വരുന്ന ഫാമിലി കസ്റ്റമേഴ്സാണ് എന്റെ പ്രത്യേക പരിഗണന ലഭിക്കുന്ന മറ്റൊരു വിഭാഗം. കുട്ടികളെ കൊഞ്ചിക്കാനും കളിപ്പിക്കാനുമൊക്കെ ഞാൻ പ്രത്യേക താൽപര്യമെടുത്തു. അതിനുവേണ്ടിയുള്ള ചില ചില്ലറ കളിപ്പാട്ടങ്ങളൊക്കെ ഞാൻ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏത് കസ്റ്റമേഴ്സ് വന്നാലും എന്നെ പ്രത്യേകം പേര് വിളിച്ച് അന്വേഷിക്കുന്ന നിലയിൽ ഞാൻ അവിടെ പ്രസിദ്ധനായി. ഇതിനിടയിൽ അവിടെ സ്ഥിരമായി വന്നുപോകുന്ന ഒരു കസ്റ്റമറെ ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങി. 2 ഇഡ്ഡലിയും 1 വടയും മാത്രം കഴിക്കാനായി കിങ് സർക്കിളിൽ സ്ഥിരമായി വന്നുപോകുന്ന ഒരു കസ്റ്റമർ. ഒരിക്കൽ ചായ കുടിക്കുന്നതിനിടയിൽ കൈവശമുണ്ടായിരുന്ന ഒരു ഉപകരണം അദ്ദേഹം മേശപ്പുറത്തു വെച്ചു. ആ ഉപകരണം എന്താണെന്ന് ഞാൻ വേഗത്തിൽ തിരിച്ചറിഞ്ഞു. ഒരു ക്യാമറാമാന് അത്യാവശ്യം വേണ്ടുന്ന ഒരു ഉപകരണമായിരുന്നു അത്. ആ ഉപകരണത്തിന്റെ പേര് എക്സ്പോഷർ മീറ്റർ എന്നാണെന്നും എനിക്കറിയാം. എന്റെ ഊഹം തെറ്റിയില്ല. സംവിധായകൻ ധീരുഭായ് ദേശായിയുടെ ക്യാമറാമാനായ സുഭേന്ദ്രോയായിരുന്നു ആ വലിയ മനുഷ്യൻ. സിനിമയെടുക്കുന്ന ഒരു ക്യാമറാമാനെ ജീവിതത്തിൽ ആദ്യമായി അടുത്തു കാണാൻ കിട്ടിയ അപൂർവ അവസരമായിരുന്നു അത്. പല ദിവസങ്ങൾ കൊണ്ട് ഞാൻ അദ്ദേഹവുമായി കൂടുതൽ അടുത്തു. അദ്ദേഹത്തിന്റെ നിൽപ്പ്, നടപ്പ്, നോട്ടം, ചലനങ്ങൾ എല്ലാം ഞാൻ അനുകരിച്ചു തുടങ്ങി. എന്തുകൊണ്ടെന്നാൽ ഇതുപോലൊരാളായി അടിമുടി മാറണമെന്നുള്ളതാണ് എന്റെ ജീവിത ലക്ഷ്യം. ഒടുവിൽ അദ്ദേഹത്തിന്റെ ക്യാമറ അസിസ്റ്റന്റുകളോടൊപ്പം ജോലി ചെയ്യാനുള്ള ഒരവസരവും ഞാൻ നേടിയെടുത്തു. സുപ്രസിദ്ധ ബോളിവുഡ് ക്യാമറാമാൻ
സുഭീന്ദർ റോയിയുടെ അസിസ്റ്റന്റ് ആവുക എന്ന് പറഞ്ഞാൽ അതത്ര ചെറിയ കാര്യമല്ല. ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ചെമ്പൂരുള്ള RK സ്റ്റുഡിയോയിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. ഞാൻ ആവേശത്തോടെ സ്റ്റുഡിയോയുടെ പ്രവേശന കവാടത്തിൽ എത്തിച്ചേർന്നു. Thank you for watching. Stay tuned for the next episode. Goodbye.